ഇത് oyster എന്ന് പറയുന്ന സാധനമാണ്. ഇതിൻ്റെ അകത്ത് മുത്തുണ്ടാവും. ഇതിൻ്റെ മാംസം ചിലവർ തുറന്നിട്ട് ഓപ്പണായിട്ട് ചെറുനാരങ്ങ വീട് ഓപ്പണായിട്ട് കഴിക്കും. പച്ചക്ക് കഴിക്കണവരുണ്ട്, കൊണ്ടുപോയിട്ട് ഫ്രൈ ആക്കണവരുണ്ട്. അങ്ങനെ കഴിക്കാൻ പറ്റിയ സാധനം, നല്ല സാധനമാണ്. പിന്നെ വെള്ളാവരിയാണ്, ഒക്ടോബസ് ഉണ്ട്. ഇത് നീരാളി, നമ്മളെ നാട്ടിൽ നീരാളി എന്ന് പറയും, ഇവിടെ ഒക്ടോബസ് എന്ന് പറയും. നല്ല അടിപൊളി സാധനം. ഇത് കൂടുതൽ ചൈനക്കാരും ഉണ്ടാവും, അറബികളും ഉണ്ടാവും, മിസ്രികളും ഉണ്ടാവും. നമ്മൾ മലയാളി ഒഴികെ ബാക്കി എല്ലാവരും കൊണ്ടുപോകും. മലയാളി ഹേ എന്ന് പറയും കാണുമ്പോൾ. നീരാളി, നമ്മളെ നാട്ടിൽ നീരാളി എന്ന് പറയും, ഇവിടെ ഒക്ടോബസ് എന്ന് പറയുന്നത്. പിന്നെ ലോബസ്റ്റർ അടുത്തല്ലേ. പിന്നെ ഈ ലോബസ്റ്ററിൻ്റെ സെയിം മാംസമാണിത്. ഇത് ലേസ് റേറ്റ് കുറവുള്ളതാണ്. ഇത് ഉമ്മുറബിയ എന്ന് പറയും, സഫാക്കിയ എന്ന് പറയും. സെയിം മാംസമാണ്. ഇതിൽ ലേസം മാംസം കുറവായിരിക്കും, അതിനേക്കാൾ ലേസം മാംസം കുറവായിരിക്കും. അടിപൊളി സാധനമാണ്. പിന്നെ വേറെന്താ വേണ്ടേ? ഇതാണ് കൂന്തൽ. നമ്മളെ നാട്ടിൽ കണവ എന്ന് പറയും, ഇവിടെ എന്താ പറയുക, ഇവിടെ കൂന്തൽ, ഇവിടെ നെഗർ എന്ന് പറയും അറബികൾ. നല്ല സാധനമാണ്. ഇതിൻ്റെ നമ്മളെ നാട്ടിലെ കൂന്തൽ എന്ന് പറഞ്ഞാൽ ചെറുക്കിനുള്ള സാധനം ഇതാണ്, സ്കുഡ്. ഇത് നമ്മളെ നാട്ടിൽ കണവ എന്ന് പറയും. പിന്നെ മീനിൻ്റെ പാക്കറ്റ് മുട്ട അത്. പിന്നെ ഇത് നമ്മളെ നാട്ടിലില്ലാത്ത മീൻ സീബ്രിം. പിന്നെ അപ്പോൾ ഇത് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും എന്തായിരിക്കുകയാണ്, നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഏതാണ്ട് തണുപ്പ് സീസണ് ഒരു സമയമാണ്, തണുപ്പ് സീസണിൻ്റെ സമയമാണ്. അപ്പോൾ തന്നെ നോമ്പ് ആവാനായി. അപ്പോൾ നല്ല വിലക്കുറവിൽ, നോമ്പിനാകുമ്പോൾ നോമ്പിൻ്റെതായ ആ ടൈമിന് മാത്രം വില കൂടുന്ന മീനുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള സമയങ്ങളിൽ ഇപ്പോൾ തണുപ്പും കഴിയാറായ സമയമായതുകൊണ്ട് തന്നെ നല്ല മീനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ രാത്രി 10 മണിക്ക് ക്ലോസ് ചെയ്യില്ലേ, 10 മണിക്ക് മുമ്പായിട്ട് ഇവിടെ വരണം നൈറ്റിൽ. അതുപോലെ തന്നെ പിന്നെ രാവിലെ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേന് ഇവിടെ എന്താവും, ഫ്രഷായിട്ട് ലൈവ് മീൻ വന്നിട്ട് നമ്മൾ പിന്നെ ജീവനോട് കൂടെയുള്ള മീനുകളൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഇത് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ പ്രൈസാണ് ഉണ്ടാവുക. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മീൻ പിന്നെ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം ഇവിടെ അല്ല, അതിന് സെപ്പറേറ്റ് തന്നെ പിന്നെ കൗണ്ടർ വേറെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. എന്നാലും ഷാർജയിലും അതുപോലെ തന്നെ ദുബായിലും അബുദാബിയിലൊക്കെ വേറെ സിസ്റ്റമാണ്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ മീനിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലത്തെ മറ്റുള്ള പുതിയ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ലൈക്കിൻ്റെ കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കണ്ട. അപ്പോൾ നേരെ എന്താക്കാം, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ, ലീവല്ലേ, അപ്പോൾ തിരക്ക് ഇങ്ങനെ ഒരു 10 മണിക്ക് ശേഷം തിരക്കാവുള്ളൂ. 10 മണി 11 മണി ഒരു 4 മണി വരെ തിരക്കുണ്ടാവും. ഞായറാഴ്ച അല്ലേ, ഒരു 4 മണി 5 മണി വരെ തിരക്കുണ്ടാവും. ഒരു 11 മണി 12 മണിക്ക് ശേഷം ഇവനാണ് എടുക്കണ ചാമ്പി കൊടുത്താലോ. ഇപ്പം നമ്മളെ കൂട്ടുകാരാണ്, കാസർഗോഡാണ്. കാസർഗോഡ് അറിയാലോ നിങ്ങൾക്ക്. 100% ആണ്, 100 ആണ്. അതാണ് അസ്കർ, അത് നമ്മളെ കൂട്ടുകാരനാണ്. പിന്നെ സിദ്ദീഖ് ഉണ്ട് കാസർഗോഡ്, അതാണ് സിദ്ദീഖ്. കൊളാ കണ്ട ഇത് വിച്ചു, കാസർഗോഡ് വിച്ചു, ഇത് കാസർഗോഡ് ഇച്ച. കൂടുതലും സീ ഫുഡിൻ്റെ പരിപാടിയാണ്. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ കല്ലിമക്കായ, ഈ ലോബസ്റ്റർ, കൂന്തൾ, ഞണ്ട്, ഈ മീനിൻ്റെ മുട്ട, പിന്നെ എന്ന് പറയുമ്പോൾ വെള്ളാവൂല്, സീബ്രിമി, സാൽമൂണ്, അറബി മീനുണ്ടോ. അറബി മീനും കൂടുതലും മലയാളി മീനും അറബി മീനും മിക്സാക്കിയുള്ള കച്ചവടമാണ്. കൂടുതൽ സീ ഫുഡിൻ്റെ പരിപാടിയാണ്. ചെമ്മീൻ, ലോബസ്റ്റർ, ഈ ഐറ്റംസാണ്. പിന്നെ മീനിൻ്റെ മുട്ട, വെള്ളാവൂല്, നല്ല കറുത്താവൂലുണ്ട്, ശേരി, ആമൂർ. ഇത് അറബി മീനാണ്, കോഫറാണ്. നമ്മുടെ നാട്ടിൽ അപൂർവമാണ്. ശേരിയുണ്ട് നമ്മുടെ നാട്ടിൽ, ശേരിയുണ്ട്, ആമൂറുണ്ട്, ഈ വറ്റുണ്ട്, വെള്ളാവൂലുണ്ട്, കോഫർ. ഇതൊക്കെ അപൂർവമാണ് നാട്ടിൽ. ചെനാത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇറങ്ങി തുടങ്ങിയ മീൻ
ഒരുപാട് മീൻ നമ്മുടെ നാട്ടിലുണ്ട്. ചെമ്മീനുണ്ട് 10 പീസ് ഉണ്ടാവും 1 കിലോ. നമ്മുടെ നാട്ടിലുണ്ടോ കയന്തിന് 10 പീസ് ഉണ്ടാവും 1 കിലോ. ഇതൊരു കിലോ 70 റുപ്യല്ലോ. 70 10 പീസ് ഉണ്ടാവും. ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുവന്ന സാധനം. ആ 1 കിലോ ഉണ്ടാവും. നല്ല സാധനം. പിന്നെ നാട്ടിൽ കല്ലുമ്മക്കായുണ്ട്, കാളാഞ്ചിണ്ട്, ചെമ്പല്ലി ഉണ്ട്. സൈസ് സാധനം സൂപ്പർ സാധനം. ഗ്രില്ല് ചെയ്യാൻ മസ്റ്റ് സാധനം. ഗ്രില്ല് ചെയ്യാനും ബിരിയാണിക്ക് എല്ലാം കൊണ്ടുപോകും. മസ്റ്റ് സാധനം. تفضل. عندنا البلطي، عندنا بلطي مصري 10 درهم، حاجة محترمة، حاجة كويسة. عندنا بوري مصري 20 25، بوري مصري 20 25. عندنا البليمي، بليمي مصري 25. عندنا الروبيان التايجر 40، حاجة تايجر، حاجة حلوة خالص. عندنا الكابوريا، كابوريا هذا ذكر حبايه ما شاء الله 250 جرام، 25 درهم الكيلو. عندنا السبريم تركي اصلي 35 درهم، ايوه مظبوط. سلمون النرويجي اصلي، سلمون النرويجي اصلي 45 درهم كيلو فريش. عندنا البرز عالبنا البربوني فريش ما شاء الله 25 درهم. هامور محلي 30 درهم. سيلية 10 درهم. مليمي ده مليمي 10 درهم، مليمي 10 درهم 25. عندنا الشعري 15 درهم. دكة 63 تنورنا في أي وقت. كاليماري، كاليماري نغر، حبار بالمصري، بلح، جندوفلي. سويس بقى؟ هذا بلح ماسلز، بلح بلح البحر، بلح ده جندوفلي بالمصري، جندوفلي بالعربي، جندوفلي. هنا بيقولوا عليه محار. عندنا كله. عندنا القراميط المصري، هذا قرموط مصري المصري كله جاي طيران طبعا فريش. عندنا البوري عندك حاجة تانية؟ عندنا الكفر محلي، صيد محلي، حاجة شهري صيد اليوم موجود. كله فريش، كله جاي اليوم فريش 100% طازج، 100% طازج. اوكي مشكور من ماشي. دكة 63 تنورونا في اي وقت، تلاقوا الاسعار، تلاقوا كل حاجة فريش ان شاء الله. لو مش طازج بتاعنا، حاجة لو مش طازج بتاعتنا. ഓക്കെ. ഇതാണ് ലോബസ്റ്റർ. ഇത് ലോബസ്റ്ററാണ്. അടിപൊളി സാധനമാണ്. ആർക്കും കൊണ്ടാവും, ഏത് കുട്ടികൾക്കും കഴിക്കാം, ഏത് ഇംഗ്ലീഷുകാർക്കും കഴിക്കാം. ഇത് കിലോ 120 ദിറംസാണ്. ഇപ്പം ഇതിനെ മീഡിയം ഉണ്ട്, ഇത് കിലോ 100 ദിറംസ്. ഏത് സാധനത്തിനും വേണം നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ ഒയിസ്റ്റർ ഉണ്ട്. ഇതിനകത്ത് മുത്തുണ്ടാവും, ചിപ്പി ഇതിൻ്റെ അകത്ത്. ഇതേ സെയിം സാധനമാണ്. ഇത് നമ്മുടെ നാട്ടിൽ എന്തെന്ന് പറയും. പിന്നെ ഇത് കല്ലുമ്മക്കായി, ഇതേ സെയിമാണ്. മീനിൻ്റെ മുട്ടാണിത്. ഒരു പാക്കറ്റ് 1 കിലോനായത്. ഇപ്പം ചെമ്മീൻ വേണമെങ്കിൽ ചെമ്മീൻ എല്ലാ ഐറ്റം ഉണ്ട്. ഫാമിനുണ്ട്, കടൽ കൊഞ്ച്, ഫുള്ള് ഒമാന്, വലുത് ചെറുത് മേടി എല്ലാം ഉണ്ട്. ഓയിസ്റ്ററുകൾ ഇത് നമ്മൾ ലൈമൂണ് നാരങ്ങ വീഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ട് നാരങ്ങ വീഞ്ഞിട്ടും കഴിക്കും, അല്ലാതെ ഫ്രിഡ്ജ് ചെയ്തിട്ടും ഗ്രില്ല് ചെയ്തിട്ടും കഴിക്കും. സാധനം സൂപ്പറായിട്ടാണ്. മാംസത്തിനാണ് വില. 2 പീസ് 1 കിലോ ഉണ്ടോ, 1.5 കിലോ ഉണ്ടോ? 2 പീസ് 1 കിലോ ഉണ്ടോ, 1.5 കിലോ ഉണ്ടോ? പക്ഷേ ഇത് മാംസത്തിനാണ് കഴിച്ചു. മാംസം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ 200 രൂപ, സെപ്പറേറ്റ് ആയിട്ട് 200 രൂപ കിലോ ആണ്. ഇങ്ങനെ ആകുമ്പോൾ 1 കിലോ 30 രൂപ. 1 പീസ് 1/2 കിലോ ഉണ്ടോ, 2 പീസ് 1 കിലോ ഉണ്ടോ? എനർജിയാണ് സാധനം. നമ്പർ 1 ആണ്, ടോപ്പാണ്. അപൂർവം കിട്ടാൻ. പക്ഷെ എല്ലാ ഷോപ്പുകളും ഉണ്ടാവില്ല, അത് നമ്മുടെ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ. പാറ, തമിഴില് മഞ്ചപ്പാറ, നാട്ടിലെ വേളപ്പാറ, ഇവിടെ ജുറൈദി, അറബിയുടെ സ്പെഷ്യൽ മീൻ, വൈറ്റ് മീറ്റ് ഓൺലി 25, 20 ദിർഹംസിന് ലാസ്റ്റ് നമ്മൾ കൊടുക്കും. ഫ്രഷ് മുന്നറിമീൻ കാണിച്ചെടുത്ത് നമ്മളെ കാണിച്ചെടുത്ത്. ശരി ഇപ്പോൾ സീസണാണ്. ശരി നോമ്പ് അടുത്ത മാസം, പിന്നെ 2 മാസം ഫുൾ സീസൺ ആയിക്കാണ്. വില വളരെ ചീപ്പ് ആയിരിക്കും. വില കുറവേ, വെരി ചീപ്പ് പ്രൈസ്. 1 മാസം മുന്നേ 30 രൂപ 25 രൂപയായിരുന്നു. ഇപ്പോൾ 60, 50, 70 ആല് വലിപ്പവും. നോമ്പിന് ചീപ്പ് പ്രൈസ്. സ്പെഷ്യൽ ആമൂറോടെ നമ്മളെ
അമൂർ പിന്നെ എല്ലാവർക്കും അറിയണ മീൻ ദീപയിൻ്റെ അമൂർ നാട്ടിലും കിട്ടും സംഭവം 40 ദിർഹം. പിന്നെ നമ്മളെ മീനടെ കട്ടപ്പ ഇതാ കട്ടപ്പ ഫലാമീൻ. ഇത് പിന്നെ സാധാ സീതാണ് നോർമൽ പ്രൈസ്. മലയാളികൾ കൊണ്ടുപോകും, അറബികൾ ചൂടാൻ കൊണ്ടുപോകും. ഓക്കെ, എല്ലാവരും ഓൾ ഇവിടുത്തെ ഫ്രഷ് ലോക്കൽ മീൻ മാത്രം, പുറത്ത് മീനൊന്നുമില്ല. നമ്മൾ കല്ലുകമ്പറ 32. പിന്നെന്താ സ്രാവൊക്കെ കാണിച്ചില്ലേ? ഇവിടെ ലൈവ് വിഷു വരും, ലൈവും വരും. പിന്നെ ഇന്ന് മീൻ കുറവായതുകൊണ്ട് ലൈവ് വന്നിട്ടില്ല. ആമൂർ, ശേരി അങ്ങനത്തൊക്കെ ലൈവ്. ഇപ്പോൾ സീസണാണ്, മീനിൻ്റെ സീസൺ. ഞാൻ അടുത്ത മാസം ഇതിലേറെ മീൻ വരും, ഫുൾ സീസണായിരിക്കും. നോമ്പിന് വില റേറ്റ് കുറവ്. ഓക്കെ ഓക്കെ. എല്ലാം വില കുറവാണ്, എല്ലാം ഫ്രഷ് മീൻ വില കുറവ്. ഐസ് വെക്കാത്ത ഫ്രഷ് മീനാണ്. നമ്പർ 11, നമ്പർ 11 നമ്പർ. അയിലപ്പാറ കിലോ 15 രൂപ. ശേരി കിലോ ചെറിയ ശേരി 15 രൂപ കിലോ. വലിയ ശേരി കിലോന് 20 രൂപ. അമൂർ ജീവുള്ളത് 40 രൂപ കിലോ. ചെമ്പല്ലി കിലോ 20 രൂപ. അയക്കുറ കിലോ 40 രൂപ. ഇവിടുത്തെ ലോക്കൽ ഫ്രഷ് അയക്കുറ. ഏത് സമയത്ത് വന്നോ ഫ്രഷ് മീൻ, ഐസ് വെക്കാത്ത മീൻ. നമ്പർ 11 അജ്മാൻ മാർക്കറ്റ്. احلى الشعري هذا هو العيمان هذا، ورخيص والشيء زين بعد. شعري عربي هذا مشواي صالونه اي شيء، ومحل رقم 11 هذا، ورخيص الحين ما شاء الله. شيء الدردمان احلى سمك هذا حق مشواي صالونه. شيخ سمك هذا بعد، السمان ما شاء الله كله حي سمك هذا مال العيمان، ورخيص بعد. صولي مال المحلي هذا حي السمك ورخيص، كيلو 15 درهم. شعري كيلو 20. دردمان كيلو 15 مال عيمان كله سمك ورخيص بعد. هذا احلى سمك نعيمي مال عيمان، ورخيص مشواي صالون اي شيء. كيلو 20 هذا. هذا بعد 3 كيلو. هذا بعد زياده ما في. وهذا الشارك مال المحلي يريور، ولد الولد يسوونه. كيلو 20 هذا حق شيل احلى شيء هذا. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ചെയ്യുന്ന കുറേ 2-3 മാസങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കണ്ട. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല തിരക്ക് കൂടിയ സമയം കേട്ടോ. മാർക്കറ്റിൽ ഏതാണ്ട് എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന സമയമാണ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.